ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ചെറിയൊരു വർക്കാണ്, ഒരു വാട്ടർ കട്ടിങ്. അപ്പോൾ വാട്ടർ കട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന എയർ ഹോളിനകത്ത് വെള്ളം കയറരുത്. കാരണം ഈ ചുമരിൽ നിന്ന് ഒലിച്ച് വരുന്ന വെള്ളം ഇതിനകത്ത് കയറും. അപ്പോൾ അതിനകത്ത് കയറാതിരിക്കാൻ വേണ്ടി നമ്മളൊരു വാട്ടർ കട്ടിങ് ചെയ്യുകയാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പണിയാണ് കേട്ടോ. കാരണം നമുക്ക് ഇതിൽ സ്ക്വയറായിട്ട് കൊടുക്കാം. അതായത് ഒരു ഇഞ്ച് വീതിക്ക് ഒരു സ്ക്വയറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം കയറില്ല. പക്ഷേ അതൊരു ദൂരക്കാഴ്ചയിൽ നിന്ന് നോക്കുമ്പോൾ ആ സ്ക്വയറായിട്ട് കൊടുക്കുമ്പോൾ അതൊരു കാണാനൊരു ലുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്ക്വയർ മാറ്റി വേറൊരു മോഡലാക്കി. അപ്പോൾ ഇത് സംഗതി വളരെ എളുപ്പമാണ്. പക്ഷേ ഇങ്ങനെ ചെയ്താലുള്ള ഉപയോഗം എന്ന് പറയുന്നത്, നമ്മൾ പിന്നെ എത്ര വെള്ളം വീഴുന്നാലും എത്ര മഴ പെയ്താലും ഇതിനകത്ത് ഈ ഹോളിനകത്തുള്ള ഒരു തുള്ളി വെള്ളം അകത്ത് കയറില്ല. നമ്മളിത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചുമരിൽ നിന്ന് ഒലിച്ച് വരുന്ന വെള്ളം ഈ പൈപ്പിനകത്തുകൂടി കറക്റ്റ് അതിനകത്ത് കയറും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് സംഭവം ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ എയറുകൾ വല്ലതും ഉണ്ടെങ്കിൽ, ഒരു ബോർഡർ കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. സംഭവം സിമ്പിളാണ്, കാണാൻ നല്ല ഭംഗിയായിരിക്കും. കാരണം പെയിൻ്റൊക്കെ അടിച്ച് വന്ന് അതിൽ വേറൊരു കളർ പെയിൻ്റൊക്കെ അടിച്ച് ഒരു ബോർഡർ, ഒരു ഗ്രേയോ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ പെയിൻ്റൊക്കെ അടിച്ച് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മാക്സിമം ശകലം കനം കൂട്ടി തന്നെ ചെയ്യണം. അതായത് ചെറിയ കനത്തിലൊന്നും ഈ വാട്ടർ കട്ടിങ് ചെയ്യരുത്. ഇത്തിരി കനം കൂട്ടി, കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് അതിലിടിച്ച് അതിനകത്ത് വെള്ളം തെറിക്കരുത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ ഒരു ലെവലിന് ഇത്രയും ഒരു കനത്തിന് ചാന്ത് പറ്റിച്ചതിന് ശേഷം ആ ഒരു റീപ്പറിൻ്റെ കനത്തിലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ആ ഒരു അളവിന് വാട്ടർ ഇത് ചെയ്ത് കഴിഞ്ഞ് അതിൽ ഗ്രൗട്ട് വയ്ക്കണം. ഗ്രൗട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര മഴ പെയ്താലും അതിനകത്ത് വെള്ളം കയറില്ല. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്ക്. നമുക്ക് എന്നിട്ട് ഇനി വീഡിയോ നോക്കാം. പിന്നെ ഇത് നമ്മൾ കൈപ്പണി കിട്ടിയിട്ട് ഇതിൻ്റെ സെൻറ്റർ കണക്ക് വരച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ദൂരെ നോക്കുമ്പോൾ അത് ചരിഞ്ഞ് നിൽക്കും. അതായത് ഒരു സൈഡിൽ നീളം കൂടുതലും ഒരു സൈഡിൽ നീളം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം അതിൻ്റെ സെൻറ്റർ കണക്കാക്കി എടുത്തിട്ട് തന്നെ നമ്മളൊരു റീപ്പർ കനം, അതായത് ഒരു ഇഞ്ച് വീതിക്കാണ് നമ്മളിതിപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു കൂര മോഡൽ. അപ്പോൾ ഈ കൂര മോഡലാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും, വൃത്തിയായിട്ട് തോന്നത്തില്ല. മറ്റേത് ഈ സ്ക്വയർ നീളത്തിനൊരു വന്നിട്ട് താഴോട്ട് 2 കാല് പോലെ ഇറക്കി കൊടുക്കുമ്പോൾ അത് കാണാനൊരു ഭംഗി കാണത്തില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു മോഡൽ ചെയ്തത്. ഇതാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഗ്രൗട്ടെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് ഇനി ഇത് കട്ട് ചെയ്യുന്ന ഇതും കൂടി നമുക്കൊന്ന് നോക്കാം.
സംഭവം ഇത്രയേ ഉള്ളൂ. സിമ്പിൾ വർക്കാണ്. പക്ഷേ കാണുന്നവർക്ക് വിചാരിക്കും സിമ്പിളെന്ന്. പക്ഷേ അത് അതിൻ്റെ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ വർക്ക് തന്നെയാണ്. എന്നിട്ട് നമ്മൾ ടോപ്പിൽ ഗ്രൗട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം ടോപ്പിൽ ഗ്രൗട്ട് വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നല്ല രീതിയിൽ മഴ പെയ്യുമ്പോൾ ആ ടോപ്പിലല്ലേ വെള്ളം വീഴുന്നത്. അപ്പോൾ വെള്ളം വീഴുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി വെള്ളം ഇറങ്ങും. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഈ വെള്ളം വീഴുന്ന ഈ സിമൻറ്റ് പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് കംപ്ലീറ്റും ഗ്രൗട്ട് വയ്ക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഫുള്ള് ഗ്രൗട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര മഴവെള്ളം വീഴുന്നാലും അതിൽ വെള്ളത്തിൻ്റെ ഈർപ്പം പിടിക്കില്ല. അതങ്ങ് സ്ലിപ്പായി അങ്ങ് ചറുകിപ്പോവും. അതിനകത്തോട്ട് വെള്ളം കയറത്തുമില്ല. ഇതാണ് അവസാനം ഫിനിഷിങ് ലുക്ക്. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ചന്തമുണ്ട് കാണാൻ. ഇനി ഇതിൽ പെയിൻ്റ് അടിച്ച് ഒരു കാൽ ബോർഡർ പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ നല്ല ഒരു ലുക്ക് വരും. അപ്പോൾ ഈ ഒരു സൈഡിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ലുക്കില്ലേ, മറ്റേ നമ്മൾ ഈ സ്ക്വയർ കൊടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും കുറച്ചും കൂടി കാണാൻ ഭംഗി എനിക്ക് തോന്നിയത് ഇതാണ്. കാരണം ഇത് സംഭവം വളരെ നിസ്സാര പണിയാണെങ്കിലും കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നാലും അത് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് 2 എണ്ണം, പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് 2 എണ്ണം ഉണ്ട്. ഇതിൽ ഫ്രണ്ടിലൊന്ന്, ഈ ഒരു സൈഡ് ഇത് നമ്മൾ സ്റ്റെയർ കേസ് കയറി വരുന്നതിൻ്റെ അവിടെയാണ് ഇതൊന്ന്, പിന്നെ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ ഒന്ന്.